ഒരു അവഗണിക്കുന്ന ഒഴിവാക്കൽ കാരണം നിങ്ങളും പരസ്പരം ബന്ധപ്പെടുന്നത് നിർത്തുമ്പോൾ അടുത്തതായി സംഭവിക്കുന്നത് ഇതാണ്. അത് നിശബ്ദതയോടെയാണ് ആരംഭിക്കുന്നത്. ഉച്ചത്തിലുള്ളതോ നാടകീയമോ അല്ലാത്തതോ വെറും ശൂന്യമായതോ ആയ തരം. സ്വന്തം രീതിയിൽ പരിക്കേറ്റ വ്യത്യസ്ത രീതിയിലുള്ള വേദനയിൽ സ്വയം പരിരക്ഷിക്കുന്ന രണ്ടാളുകൾ ഒടുവിൽ ബന്ധപ്പെടുന്നത് നിർത്തുന്നു. കോളുകൾ അവസാനിക്കുന്നു. ടെക്സ്റ്റുകൾ മങ്ങുന്നു. പുൾ ആൻഡ് പുഷ് സൈക്കിൾ, ബന്ധത്തിന്റെയും പിൻവാങ്ങലിന്റെയും അനന്തമായ നൃത്തം ഒടുവിൽ ഒന്നുമില്ലായ്മയിലേക്ക് വീഴുന്നു. ആദ്യം ഈ നിശബ്ദത അവസാനമാണെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ നിങ്ങൾക്കും നിരസിക്കുന്ന ഒഴിവാക്കൽക്കാരനും ഇത് അവസാനമല്ല. ഇത് കൂടുതൽ ആഴത്തിലുള്ള ഒന്നിന്റെ, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നിന്റെ, വെളിപ്പെടുത്തുന്ന ഒന്നിന്റെ തുടക്കമാണ്. കാരണം രണ്ടാളുകൾ പിന്തുടരുന്നത് നിർത്തുമ്പോൾ അവശേഷിക്കുന്നത് സമാധാനമല്ല, അത് സത്യമാണ്. നിരസിക്കുന്ന ഒഴിവാക്കൽ നിങ്ങളെ ബന്ധപ്പെടുന്നത് നിർത്തുമ്പോൾ അത് അപൂർവമായി വെറുപ്പിനെയോ നിസ്സംഗതയെയോ കുറിച്ചല്ല. ഇത് സാധാരണയായി നിയന്ത്രണത്തെക്കുറിച്ചാണ്. അകന്നു നിൽക്കുന്നതിലൂടെ അവർക്ക് ദുർബലതയൊഴിവാക്കാനും നിരസിക്കൽ ഒഴിവാക്കാനും വർഷങ്ങളായി അവർ കുഴിച്ചിട്ട പഴയ മുറിവുകൾ അനുഭവിക്കാതിരിക്കാനും കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ അവരുമായി ബന്ധപ്പെടുന്നത് നിർത്തുമ്പോൾ അവരുടെ ശ്രദ്ധാപൂർവം നിർമ്മിച്ച വൈകാരിക കവചത്തിലെ എന്തോ പൊട്ടാൻ തുടങ്ങുന്നു. ആദ്യം അവർക്ക് ആശ്വാസം തോന്നുന്നു. ഒടുവിൽ അവർ ചിന്തിക്കുന്നു, ഇനി സമ്മർദ്ദമില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ആ ആശ്വാസം ജിജ്ഞാസയായി മാറുന്നു. ഒരിക്കൽ അവർ സ്വയം സംരക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന നിശബ്ദത അവരിലേക്ക് പ്രതിധ്വനിക്കാൻ തുടങ്ങുന്നു. അവർ ആശ്ചര്യപ്പെടുന്നു, ഈ വ്യക്തി ഇപ്പോൾ എന്നെ പിന്തുടരാത്തതെന്തുകൊണ്ട്? അവഗണിക്കുന്ന ഒഴിവാക്കുന്ന അടുപ്പമുള്ള ഒരാൾക്ക് ബന്ധം എപ്പോഴും ഒരു യുദ്ധക്കളമാണ്. അവർ അടുപ്പം ആഗ്രഹിക്കുന്നു, പക്ഷേ അതിനെ ഭയപ്പെടുന്നു. അവർ സ്നേഹം ആഗ്രഹിക്കുന്നു, പക്ഷേ അതിനെ നിയന്ത്രിക്കപ്പെടുകയോ കുടുങ്ങിപ്പോകുകയോ വേദനിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ, ബന്ധം സജീവമായി നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അത് അവരുടെ സുരക്ഷിതത്വബോധം ശക്തിപ്പെടുത്തി. നിങ്ങൾ എപ്പോഴും തിരിച്ചുവരുമെന്നവർക്കറിയാമായിരുന്നു. എന്നാൽ നിങ്ങൾ അവരുമായി ബന്ധപ്പെടുന്നത് നിർത്തുമ്പോൾ ശക്തിയുടെ ചലനാത്മകത മാറുന്നു. പെട്ടെന്ന് അവർ പിന്തുടരപ്പെടുന്നവരല്ല. എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കുന്നത് അവരാണ്. ആ ആശയക്കുഴപ്പം അത് അവരുടെ ആന്തരിക സംഘർഷത്തിന്റെ തുടക്കമാണ്. മറുവശത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വികാരങ്ങളുടെ ഒരു തരംഗത്തിലൂടെ കടന്നുപോകുന്നു. ആദ്യം അവരെ മിസ് ചെയ്യുന്നതിന്റെ വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ബന്ധപ്പെടുന്ന ശീലം ഇപ്പോഴും ശക്തമാണ്. നിങ്ങളുടെ ഫോൺ പരിശോധിക്കുമ്പോൾ അവർ ഒടുവിൽ സന്ദേശം അയക്കുമോ എന്ന്, നിശബ്ദത അവരെ കൂടുതൽ അടുപ്പിക്കുമോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു. എന്നാൽ പ്രാരംഭ വേദന മങ്ങിയതിനു ശേഷം എന്തോ മാറുന്നു. ഒരു വിചിത്രമായ ശാന്തത അതിന്റെ സ്ഥാനത്ത് വരുന്നു. പരസ്പരമല്ലാത്ത എന്തെങ്കിലും നിലനിർത്താൻ ശ്രമിക്കുന്നതിൽ നിങ്ങൾ എത്രമാത്രം വൈകാരിക ഊർജം പകർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഒരിക്കൽ ശിക്ഷയായി തോന്നിയ നിശബ്ദത ഇപ്പോൾ സംരക്ഷണം പോലെ തോന്നാൻ തുടങ്ങുന്നു. നിങ്ങൾ സ്വയം ഓരോന്നായി വീണ്ടെടുക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത്. സമ്പർക്കമില്ലാതെ പോലും ഒഴിവാക്കുന്നയാൾ ഈ ഊർജ്ജസ്വലമായ മാറ്റം ശ്രദ്ധിക്കുന്നു. അവരത് ബോധപൂർവം സമ്മതിച്ചേക്കില്ല, പക്ഷെ ഊർജ്ജസ്വലമായി നിങ്ങൾ വേർപിരിയുകയാണെന്ന് അവർക്ക് അനുഭവപ്പെടുന്നു. സാധൂകരണത്തിനായി അവർ വളരെയധികം വലിച്ചുകൊണ്ടിരുന്ന ആ വൈകാരിക ചരട് പെട്ടെന്ന് ദുർബലമാകുന്നു. അത് അവരിൽ ആഴത്തിലുള്ള എന്തോ ഒന്നിന് കാരണമാകുന്നു. ഭയം. അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ഓടിപ്പോകുന്ന അതേ ഭയം. മറന്നുപോകുമോ എന്ന ഭയം. ആരെയും ആവശ്യമില്ലെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒഴിവാക്കൽ. എന്നാൽ ഒരിക്കൽ പരിചരിച്ച വ്യക്തി ഒടുവിൽ നിശബ്ദനാകുമ്പോൾ തടയാൻ അവർ കഠിനമായി ശ്രമിച്ച ഉപേക്ഷിക്കൽ അവർക്കനുഭവപ്പെടാൻ തുടങ്ങും. ഈ ഘട്ടത്തിൽ അവർ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചേക്കില്ല. പകരം അവർ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പഴയ പോസ്റ്റ് പോലെ അവർ നിങ്ങളുടെ കഥകൾ കണ്ടേക്കാം, ഒരു റാൻഡം മീം അയച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കടിക്കുമോ എന്ന് പ്രതീക്ഷിച്ച് നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്ത് സൂക്ഷ്മമായി പ്രത്യക്ഷപ്പെടാം. കാരണം അവർ ദുർബലരാകാൻ സാധ്യതയില്ലെങ്കിലും പകരപ്പെട്ടതായി തോന്നാനും അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും അവിടെയുണ്ടോ? നിങ്ങൾക്കിപ്പോഴും താൽപ്പര്യമുണ്ടോ? പക്ഷെ ഇതാ വിരോധാഭാസം. നിങ്ങൾ വളരെ വേഗത്തിൽ പ്രതികരിക്കുകയാണെങ്കിൽ അവർ വീണ്ടും പിൻവാങ്ങുന്നു. നിങ്ങൾ അകന്നു നിൽക്കുകയാണെങ്കിൽ അവർ ആശയക്കുഴപ്പത്തിൽ മുഴുകാൻ തുടങ്ങുന്നു. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ബന്ധപ്പെടുന്നത് നിർത്തുമ്പോഴാരംഭിക്കുന്ന വൈകാരിക വടംവഴിയാണിത്. എന്നിരുന്നാലും സമയം മികച്ച വെളിപ്പെടുത്തലായി മാറുന്നു. ആഴ്ചകളോ മാസങ്ങളോ സമ്പർക്കമില്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടുതൽ വ്യക്തതയോടെ നിങ്ങളെ തന്നെ കാണാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മൂല്യം തെളിയിക്കാൻ വൈകാരിക ആവശ്യം, പരിഹരിക്കേണ്ടതിന്റെ ആവശ്യം നിങ്ങളെ എത്രമാത്രം നയിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഒരിക്കലും പൂർണ്ണമായി തുറന്നു പറയാത്ത ഒരാളിൽ നിന്ന് സ്നേഹം നേടാൻ ഒഴിവാക്കുന്നയാൾ സ്വന്തം പ്രതിരോധത്തിന്റെ ഭാരം അനുഭവിക്കാൻ തുടങ്ങുന്നു.
നിശബ്ദത അവരെ വളരെ കാലമായി ഒഴിവാക്കിയ വികാരങ്ങളുമായിരിക്കാൻ നിർബന്ധിക്കുന്നു. ഏകാന്തത, ഖേദം, പ്രണയത്തിന് ദുർബലത ആവശ്യമാണെന്ന് തിരിച്ചറിവ്, അവർ അവരുടെ ജീവിതകാലം മുഴുവൻ ഊടിക്കൊണ്ടിരുന്ന ഒന്ന്. ചില ഒഴിവാക്കലുകൾക്ക് ഈ നിശബ്ദത അസഹനീയമായി തീരുന്നു. അവർ ബന്ധത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ തുടങ്ങിയേക്കാം, അതിനെ ആദർശവൽക്കരിക്കാം. നിങ്ങൾ അവർക്ക് നൽകിയ ഊഷ്മളത, അവർക്ക് ആവശ്യമാണെന്ന് അവർക്കറിയാത്ത വൈകാരിക സുരക്ഷ എന്നിവ ഓർമ്മിക്കാം. പക്ഷേ അഹങ്കാരം അവരെ മരവിപ്പിച്ചിരിക്കുന്നു. അവർ സുഖമാണെന്നും അവർ മുന്നോട്ടു പോയി എന്നും അവർ സ്വയം ബോധ്യപ്പെടുത്തും. എന്നാൽ രാത്രി വൈകി ലോകം നിശ്ചലമാകുമ്പോൾ അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് ഒഴുകുന്നു. അവർ നിമിഷങ്ങൾ നിങ്ങളുടെ ചിരി, നിങ്ങളുടെ ദയ, നിങ്ങളുടെ ക്ഷമ എന്നിവ വീണ്ടും ആവർത്തിക്കുന്നു. അവർക്ക് ലേബൽ ചെയ്യാൻ കഴിയാത്തൊരു വിചിത്രമായ വേദന അനുഭവിക്കുന്നു. ആ വേദന നിങ്ങളെ മാത്രമല്ല, അവരുടെ ഭയം മൂലം അവർക്ക് നഷ്ടപ്പെട്ടതിനെയും തിരിച്ചറിയുന്നു. അതേസമയം നിങ്ങൾ വളരാൻ തുടങ്ങുന്നു. നിശബ്ദത നഷ്ടത്തെ അർത്ഥമാക്കേണ്ടതില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അത് സ്വാതന്ത്ര്യത്തെ അർത്ഥമാക്കാം. അവരുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് നിർത്തി നിങ്ങളുടെ രോഗശാന്തിയിലും നിങ്ങളുടെ അതിരുകളിലും നിങ്ങളുടെ വൈകാരിക സമാധാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. നിശബ്ദത ഒരു അടച്ചുപൂട്ടലായതിനാൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊരടച്ചുപൂട്ടൽ ആവശ്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അവർക്കെന്ത് നൽകാൻ കഴിയുമെന്നും അവർ എന്തല്ലെന്നും കാണിക്കാനുള്ള അവരുടെ മാർഗമാണിത്. ആ തിരിച്ചറിവിൽ ശക്തമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങൾ അവരുടെ ശ്രദ്ധ കൊതിക്കുന്നത് നിർത്തുകയും നിങ്ങളുടെ സ്വന്തം ഊർജ്ജത്തെ വിലമതിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും വളരെക്കാലം നിശബ്ദത പാലിച്ചിരിക്കുമ്പോൾ എന്തോ ഒന്ന് വീണ്ടും മാറുന്നു. ഒഴിവാക്കുന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെടാം, ചിലപ്പോൾ സൂക്ഷ്മമായി, ചിലപ്പോൾ നാടകീയമായി. ഒരുപക്ഷേ ഹേയ് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന വാചകം, സോഷ്യൽ മീഡിയയിലെ ഒരു ക്രമരഹിതമായ അഭിപ്രായം, അല്ലെങ്കിൽ ചിലപ്പോൾ അശ്രദ്ധമായ വാക്കുകൾക്ക് കീഴിൽ മറഞ്ഞിരിക്കുന്ന ഒരു പൂർണ്ണമായ കുറ്റസമ്മതം. പക്ഷേ ഇതൊരിക്കലും ചെറിയ സംസാരത്തെക്കുറിച്ചല്ല, വാതിൽ ഇപ്പോഴും തുറന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. കാരണം ഉള്ളിൽ ഒഴിവാക്കൽ പോലും വൈകാരിക സുരക്ഷ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ സൃഷ്ടിക്കണമെന്നവർക്കറിയില്ല. നിങ്ങൾ മുന്നോട്ടു പോയി എന്നവർക്ക് തോന്നുമ്പോൾ അത് അവരുടെ ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയെ ഉണർത്തുന്നു. അവരെ യഥാർത്ഥത്തിൽ കണ്ട ഒരാളെ അവർ തള്ളിമാറ്റി. നിങ്ങളുടെ സുഖപ്പെടുത്തിയ സ്ഥലത്തുനിന്ന് നിങ്ങൾ പ്രതികരിച്ചാൽ വ്യത്യസ്തമായ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കും. അവരുടെ ആകർഷണീയത ഇപ്പോഴും നിലനിൽക്കുന്നു, പക്ഷേ അത് നിങ്ങളെ അതേ രീതിയിൽ ആകർഷിക്കുന്നില്ല. അവരുടെ അകലം ഇനി നിഗൂഢമായി തോന്നുന്നില്ല, അത് പ്രവചനാതീതമായി തോന്നുന്നു. നിങ്ങളിപ്പോൾ അവരുടെ പാറ്റേണുകൾ വ്യക്തമായി കാണുന്നു. ഭയം ഇപ്പോഴും ഭരിക്കുന്നിടത്ത് സ്നേഹം പൂക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ശക്തി പ്രാപിക്കുന്ന നിമിഷമാണിത്. അവരെ അവഗണിക്കുന്നതിലൂടെയല്ല, മറിച്ച് അവ പരിഹരിക്കാതെ തന്നെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. കാരണം സത്യം രോഗശാന്തി എന്നാൽ എല്ലായ്പ്പോഴും പുനഃസമാഗമം എന്നല്ല. ചിലപ്പോൾ അത് തിരിച്ചറിയൽ, അതെന്തായിരുന്നുവെന്നതിന്റെ പാറ്റേൺ കാണുക, വേദനയ്ക്ക് പകരം സമാധാനം തിരഞ്ഞെടുക്കുക എന്നിവയാണ്. മിക്ക ആളുകളും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ഇതാ. ഒരു തന്ത്രമായിട്ടല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ സ്വാഭാവിക പ്രവൃത്തിയായി നിങ്ങൾ ഒടുവിൽ എത്തിച്ചേരുന്നത് നിർത്തുമ്പോൾ, അപ്പോഴാണ് ഒഴിവാക്കുന്നയാൾ നിങ്ങളുടെ അഭാവം ഏറ്റവും ആഴത്തിൽ അനുഭവിക്കുന്നത്. നിങ്ങൾക്കയക്കാൻ കഴിയുന്ന ഏതൊരു സന്ദേശത്തെക്കാളും നിങ്ങളുടെ നിശബ്ദത ഉച്ചത്തിലാകുന്നു. കാരണം അതിനി അവരെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല, അതൊടുവിൽ സ്വതന്ത്രനാകുന്നതിനെക്കുറിച്ചാണ്. ഒരിക്കൽ അവരെ പിന്തുടർന്ന വ്യക്തി ഇപ്പോൾ പൂർണ്ണമായും വൈകാരികമായി നിസ്സംഗനാണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ മറ്റൊന്നും ഒഴിവാക്കുന്നയാളെ അസ്വസ്ഥനാക്കുന്നില്ല. ചില സന്ദർഭങ്ങളിൽ ഈ നിശബ്ദത ഒഴിവാക്കുന്നവരെ ഉണർത്തുന്ന കണ്ണാടിയായി മാറുന്നു. അവർ സ്വന്തം അറ്റാച്ച്മെന്റ് മുറിവുകളെ നേരിടാൻ തുടങ്ങുന്നു. അടുപ്പം ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നും സ്നേഹം എല്ലായ്പ്പോഴും പിൻവലിക്കലിൽ അവസാനിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ചോദ്യം ചെയ്യുന്നു. അത് ഒറ്റരാത്രി കൊണ്ട് സംഭവിക്കുന്നില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ അഭാവം രോഗശാന്തിയിലേക്ക് അവരുടെ യാത്ര ആരംഭിക്കുന്ന ഒരു തീപ്പൊരിയായി മാറുന്നു. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് ശൂന്യത അനുഭവപ്പെടാതിരിക്കാൻ അവർ ഒഴിവാക്കൽ, ജോലിയിലേക്ക് മുഴുകൽ, ശ്രദ്ധ വ്യതിചലിപ്പിക്കൽ അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ എന്നിവയിൽ ഇരട്ടിയാക്കുന്നു. എന്നാൽ ആ ശൂന്യത എല്ലായ്പ്പോഴും പിടിക്കപ്പെടുന്നു. കാരണം പരിഹരിക്കപ്പെടാത്ത വൈകാരിക സത്യം അവശേഷിക്കുന്ന നിശബ്ദതയെ ഒരു ശ്രദ്ധ വ്യതിചലനത്തിനും നികത്താൻ കഴിയില്ല. അതിനാൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ബന്ധപ്പെടുന്നത് നിർത്തുമ്പോൾ അടുത്തതായി സംഭവിക്കുന്നത് ആരാണ് ആദ്യം നിശബ്ദത തകർക്കുന്നത് എന്നതല്ല, അതിലൂടെ ആരാണ് വളരുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ഉണർവാണ്. അവർക്ക് അതവരുടെ ഭയത്തിന്റെ ഏറ്റുമുട്ടലാണ്. ചിലപ്പോൾ നിശബ്ദത അനുരഞ്ജനം കൊണ്ടുവരുന്നു, പക്ഷേ രണ്ടുപേരും പരിണമിച്ചു കഴിഞ്ഞാൽ മാത്രം. മറ്റു ചിലപ്പോൾ അതൊരു പവിത്രമായ അന്ത്യമായി മാറുന്നു. ഒടുവിൽ നിങ്ങളെ രണ്ടുപേരെയും സ്വതന്ത്രരാക്കുന്ന ഒരു നിശബ്ദമായ അന്ത്യാധ്യായമായി മാറുന്നു. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചാൽ ഉത്തരം അതെ എന്നതാണ്. എന്നാൽ കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നതാണ്. കാരണം
അവരുടെ അഭാവത്തിൽ നിങ്ങൾ ആകുലപ്പെടുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം ജീവിതം സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്കിടയിലുള്ള നിശബ്ദത സ്നേഹത്തിന്റെ ശവക്കുഴിയായി മാറുന്നതല്ല, മറിച്ച് നിങ്ങളുടെ വൈകാരിക സ്വാതന്ത്ര്യത്തിന്റെ ജന്മസ്ഥലമായി മാറുന്നു. അതിനാൽ നിങ്ങളിപ്പോൾ ആ നിശബ്ദ സ്ഥലത്താണെങ്കിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതോർക്കുക: നിശബ്ദത ബന്ധങ്ങളെ നശിപ്പിക്കുന്നില്ല, പിന്തുടരാതെ അതിജീവിക്കാൻ തക്ക ശക്തിയുള്ളവ ഏതൊക്കെയാണെന്ന് അത് വെളിപ്പെടുത്തുന്നു.